പറഞ്ഞ പോലെ. ഓക്കെ 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 ഡൺ. കം ഓൺ ലെറ്റ്സ് സ്റ്റാർട്ട്. മച്ചാ ഷോക്ക് ന്യൂസ് അടാ. എന്താടാ? സോറി ടു സേ ദിസ്, നിന്റെ അച്ഛൻ ഈ വീട്ടിലെ സ്ത്രീയുടെ കൂടെ കിടക്കുന്നടാ. എന്താടാ? എടാ സാമദ്രോഹി, അതെന്റെ അമ്മയാടാ, ഇതെന്റെ വീടാടാ. ദ്രോഹി, സ്വന്തം വീട്ടിലെ മോഷ്ടിക്കുന്നേ. തെറ്റുപറ്റി. ഇറ്റ് ഈസ് ഓക്കെ. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? ഈ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എത്ര തരം താഴാനും തയ്യാറാ. ഒരുപാട് ഓവറാക്കണ്ട. പിച്ചക്കാരന്റെ വീട്ടിൽ കക്കാൻ വന്നതെന്നാ. കക്കാൻ വന്നെടുത്ത് വളവളാന്ന് പറയലടാ. ഇത് നമ്മുടെ വീടാടാ, പൂത്ത പണമുണ്ട്. എല്ലാരും എന്റെ പിന്നാലെ വേഗം വാ, വേഗം കൊടുക്കാം. ശരിടാ, റൺ. നിന്റെ അച്ഛന് ഒരു ജെട്ടി വാങ്ങാനുള്ള പൈസയെങ്കിലും ബാക്കിയെടുത്ത് വെക്കണേടാ. കുരുത്ത കെട്ടവനെ. ഹലോ, ആരാ ഫോൺ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നേ? ഹലോ. അയ്യേ, നാണം കെട്ടവനെ കണ്ണടച്ചു വെക്കടാ. എടാ, നിന്റെ അച്ഛനോട് ആദ്യം അണ്ടർവെയർ വാങ്ങാൻ പറ. ഒന്നും ഇടാതൊക്കെ കണ്ടില്ലേ? ചുമ്മാ ഇരിക്കടാ. നമ്മളെ കാണൂടാ, എന്തെങ്കിലും ചെയ്. സമയം മെനക്കെടുത്ത് കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പോയേക്കാടാ. ചെറി, മുന്നിൽ കൂടെയല്ല പിന്നെ കൂടെ കേറാം. എങ്ങനെ എടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഡൺ. വാടാ വാടാ വാടാ, പോ. ശരിടാ. അഭിനയിച്ചത് മതിയടാ മോനെ, നിർത്ത്. അയ്യോ അമ്മ കണ്ടുപിടിച്ചോ? ടൂർ പോകാനല്ലേ കക്കാൻ വന്നത്, കൊണ്ടുപോയിക്കോ. അയ്യോ അപ്പ അമ്മ കക്കാൻ തുടങ്ങിയോ? എടാ ദ്രോഹി, പോടാ. ക്യൂട്ട് മമ്മി. കിട്ടിടാ പൈസ. രണ്ടു മണിയായ കറക്റ്റ് വന്നോളും, കെമിസ്ട്രി സാറിനെ പോലെ. ഇനിയിപ്പൊ എന്തായാലും പോകാതെ വയ്യ. ഓ ഡേ ജഗൻ, എഴുന്നേക്കടാ മച്ചാ, എണീക്കടാ. ഗിരീഷ്, എഴുന്നേക്കടാ മച്ചാ, മുള്ളാൻ പോണം. പെർമിഷൻ ഗ്രാൻഡഡ്. പോയി മുള്ള്. ഒന്ന് വാടാ, പേടിയാടാ. എന്തിനാടാ പേടിക്കുന്നത്? ചെറുപ്പം തൊട്ട് നീ മുള്ളുന്നതല്ലേ. വീട്ടിൽ മുള്ളും പോലെ നീ പോയി മുള്ള്. ഡേയ്, വീട്ടിൽ പോലും നാമം ജയിച്ചോണ്ടേ പോണേ, കളിക്കല്ലേടാ, എഴുന്നേക്കടാ. അവന്റെ ഒരു കാര്യം, റോസിക്ക് റോസാപ്പ് കൊടുക്കുന്ന സ്വപ്നം പാതിയായപ്പോഴാണ് നീ വിളിച്ചുണർത്തിയത്. വാ നടക്ക്. റോസ് മേരി, നീ ഒരു സ്വീറ്റ് മേരി. എടാ സുനി, എന്താടാ? എല്ലാവർക്കും പേടി വരുമ്പോ യൂറിൻ വരും, പക്ഷെ നിനക്കെന്താ യൂറിൻ വരുമ്പോ പേടി വരുന്നത്? അതല്ല മച്ചാ, ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വെളിയിൽ പോയാ പിടിച്ചോണ്ട് പോയി നശിപ്പിച്ച് കളയും. ഇവൻ വലിയൊരു മന്മഥരാജ. കണ്ടാ പിന്നെ നാട്ടിലുള്ള പിള്ളേരെല്ലാം നിന്റെ പുറകെ വരാൻ പോവല്ലേ. കളഞ്ഞിട്ട് വാടാ, പോവാം. അവന്റെ ഒരു പേടി. മച്ചാ, നമ്മൾ ടൂറിൽ ഏതെല്ലാം സ്ഥലം ചുറ്റി നടന്ന് കണ്ടു, പക്ഷെ ഒന്ന് പോലും പ്രയോജനപ്പെട്ടില്ല. ഒന്നിനെ പറ്റി ആലോചിക്കണ്ടേ, നന്നായിട്ട് ഉറങ്ങ്.
എന്തിനു നീ അങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് പ്രശ്നമായി ഈ പ്രായത്തിൽ? ഇങ്ങനെ സെൽഫിഷായി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛനമ്മമാരെ പറ്റി നീ എന്താ ആലോചിക്കാഞ്ഞത്? അവരുടെ മനസ്സ് എത്ര വിഷമിക്കുമെന്ന് നീ എന്താ മനസ്സിലാക്കാഞ്ഞത്? മാം, നിങ്ങൾ പറയുന്ന പോലെ എന്നെപ്പറ്റി ആലോചിച്ച് കരയാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് എന്നെപ്പറ്റി ഓർക്കാനോ ആരെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കില്ലായിരുന്നു. എല്ലാവരെ പോലെ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഒരു കുറവില്ലാതെ സന്തോഷത്തോടെ ജീവിച്ച് എൻ്റെ 10ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാതെ വന്നൊരു ആക്സിഡൻറ്റിൽ എൻ്റെ അനിയത്തി മരിച്ചു. അച്ഛൻ അതോടെ തളർന്നു. ആ പ്രശ്നങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയാ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം അമ്മ കുറേശ്ശായിട്ട് മാറി സ്വന്തം ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. അതെല്ലാം കണ്ട് എനിക്ക് നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ ശരീരം മാത്രമല്ല, മനസ്സ് മരവിച്ചു പോയി. അച്ഛന് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വേദനയിൽ അച്ഛനും മരിച്ചു. എല്ലാവർക്കും സ്കൂളിലിരിക്കുന്നതിനേക്കാളും വീട്ടിലിരിക്കുമ്പോഴാണ് സന്തോഷം. എന്നാൽ എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ സ്കൂളും ഫ്രണ്ട്സുമാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ എന്നെപ്പോലെ ഇത്രയും വലിയൊരു പയ്യനുള്ളതാ. പെട്ടെന്ന് ഇന്നലെ എന്നെ ഫോൺ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം പോവാണെന്ന് അമ്മ വളരെ സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയി കളഞ്ഞു. I hate this life. I want to live with him. വിൽ പ്രകാരം നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. നമ്മുടെ വക്കിൽ നിനക്കെല്ലാം എത്തിച്ചു തരും. ബൈ ആൻഡ് ടേക്ക് കെയർ. ഏത് സ്വത്തിനേക്കാളും അമ്മയുടെ സ്നേഹം വലുതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു മാം. അതുകൊണ്ടാണ് ഞാൻ നിനക്കുണ്ടായ വേദന ആർക്കും താങ്ങാൻ കഴിയില്ല. ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് മരിക്കാൻ തീരുമാനിച്ച ആരും ഈ ലോകത്തിലുണ്ടാവില്ല. കളഞ്ഞിട്ട് പോയ നിന്റെ അമ്മയെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കണ്ട. ഈ ലോകം വളരെ വലുതാ. നിനക്ക് സ്നേഹം തരാനും നിന്റെ കൂടെ നിൽക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചുമ്മാ ഒന്നുറങ്ങി എഴുന്നേറ്റ് പോലെ ഉള്ളൂന്ന് വിചാരിച്ചോ?